എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ പഴയ പോലെ അങ്ങോട്ട് എന്നും ചെയ്യാനങ്ങോട്ട് സമയം കിട്ടുന്നില്ല. പിന്നെ മറ്റേ ചാനലിലും കൂടി വീഡിയോ ഇടുന്നതുകൊണ്ട് രണ്ടും കൂടെ കൂട്ടിമുട്ടിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എന്നും വീഡിയോ ഇടാത്തത്. ഞാൻ മാക്സിമം ശ്രമിക്കാം പെട്ടെന്ന് വീഡിയോസ് ഇടാനായിട്ട്. എന്തായാലും ഇന്ന് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു വൈറ്റ് പേപ്പർ വെച്ചിട്ടുള്ള ക്രാഫ്റ്റും കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. കുട്ടി വീഡിയോ ആണ്, എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ 2 A4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് A4 ഷീറ്റിന് പകരം വേണമെങ്കിൽ കളർ പേപ്പറും എടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ കളർ പേപ്പർ എല്ലാവരുടെ കയ്യിലും കാണില്ലല്ലോ, വെള്ള പേപ്പർ ആകുമ്പോൾ എല്ലാവർക്കും കിട്ടില്ലോ. അതുകൊണ്ടാണ് ഞാൻ വെള്ള പേപ്പർ എടുത്തത് കേട്ടോ. പിന്നെ ഇതുപോലൊരു പഴയ പെന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. എഴുതാത്ത മഷി കഴിഞ്ഞ പെന്നാണ്, നീളത്തിലുള്ള പെന്നാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പകുതിയായിട്ടുള്ള സാധാരണ പെന്നായാലും മതി. കുറച്ച് ഒതുക്കമുള്ള വണ്ണം കുറഞ്ഞിട്ടുള്ള സ്മൂത്തായിട്ടുള്ള പെൻ എടുക്കാൻ നോക്കുക. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കി എടുത്താലും മതി. എന്നിട്ട് നമുക്ക് ഈ ഒരു A4 ഷീറ്റിനെ ഇതുപോലെ ഇങ്ങനെ നടുവേ മടക്കാം. എന്നിട്ടൊരു മാർജിൻ പോലെ നമുക്ക് സ്കെയിൽ വെച്ച് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ സ്കെയിൽ നോക്കിയപ്പോൾ കണ്ടില്ല, അതുകൊണ്ട് ഈ ഒരു വടിക്കഷ്ണം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു, അത് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒരു മാർജിൻ കിട്ടല്ലേ വേണ്ടോ, അതാ ഇപ്പോൾ വരച്ച് കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് നമ്മൾ ആ നടുവേ മടക്കിയ ഭാഗമില്ലേ, ആ ഭാഗത്ത് നിന്ന് ഇതുപോലെ സിസർ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ മാർജിൻ വരെ കട്ട് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം നിങ്ങൾക്ക് നൈസായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്നിങ്ങനെ നിവർത്താം. അപ്പോൾ ചിലപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ വേർപ്പെടുത്തുമ്പോൾ ചില ഭാഗം കട്ടിങ് ശരിയാവാത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ശരിയാക്കി എടുക്കുക, ഒന്ന് തിന്നാക്കി കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ ചെയ്യുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ നിവർത്തിയിട്ട് ഒന്ന് ഓപ്പോസിറ്റിലേക്ക് മടക്കി കൊടുക്കുക. അപ്പോഴാ കറക്റ്റ് ഇങ്ങനെ നിൽക്കുള്ളൂ കേട്ടോ. നമ്മൾ മടക്കി വെച്ച പോലെയല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ മടക്കി കൊടുക്കുക കണ്ടോ. എന്നിട്ടൊന്ന് കറക്റ്റാക്കി എടുക്കണത്. നമ്മൾ നേരത്തെ പിടിച്ച പോലെ ഒന്ന് ഒട്ടിക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ഗമ്മ്, നമ്മുടെ ഫെവിക്കോളാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നേരത്തെ ഞാൻ പിടിച്ചില്ലേ, ആ രീതിയിൽ തന്നെ മടക്കിയിട്ട് 2 സൈഡും കൂടെ ഒന്ന് ഒട്ടിക്കുക. ഇപ്പം ഞാൻ അത് ഒട്ടിച്ചു. ഇനി മറ്റേ പേപ്പറും അതേ രീതിയിൽ തന്നെ ആ ഒരു രണ്ടും കൂടെ കോണ്ടാക്റ്റ് വരുന്നിടത്ത് ഫെവിക്കോൾ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ എടുത്തിച്ച പെന്നില്ലേ, അതെടുത്തു, അതിൻ്റെ തുമ്പത്ത് ലേശം ഗമ്മാക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ ഈ പേപ്പർ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കുകയാണേ. അപ്പോൾ ഫുള്ളും ചുറ്റി കൊടുക്കണം. ആദ്യവും ലാസ്റ്റും മാത്രം പശ മതി, ബാക്കി നമുക്കിങ്ങനെ ടൈറ്റിൽ ചുറ്റി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റ് പശ ഒട്ടിക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും മറ്റേ പീസില്ലേ, അതും അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ചുറ്റുക കേട്ടോ. അതും ആദ്യം ഒന്ന് പശ തേച്ചിട്ട് ഒട്ടിക്കുക, അതിനുശേഷം ചുറ്റി കൊടുക്കുക. അപ്പോൾ ഫെവിക്കോൾ വെച്ചിട്ടായാലും ചെയ്യാം. പിന്നെ കുറച്ച് സമയം ഒന്ന് ആ ഒട്ടാനായിട്ടൊന്ന് ഫസ്റ്റ് പിടിച്ച് നിൽക്കണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇതാ നല്ല വലിപ്പമുള്ളൊരു ഫ്ലവർ ആയിട്ടില്ലേ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സ്റ്റെമ്മിന് ആ ഒരു ഗ്രീൻ ടേപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. ഗ്രീൻ പെയിൻറ്റ് ചെയ്താലും മതി. ഞാനിപ്പോൾ എന്തായാലും ഗ്രീൻ ടേപ്പ് ഒന്ന് താഴെ വരെ ചുറ്റട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത്ര നീളം വേണമെന്നില്ല കേട്ടോ, നമ്മുടെ സാധാരണ പെന്നിൻ്റെ ഒരു ലെങ്ത്തായാലും മതി. അപ്പോൾ കുറച്ച് വലിയ ഫ്ലവർ ആയതുകൊണ്ട് തന്നെ വലിയ തടിയുള്ള ഒരു സ്റ്റിക്ക് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പെന്നെടുത്തത്. ഈർക്കിലേക്കാകുമ്പോൾ വണ്ണം കുറവാവില്ലേ, അതുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. എന്തായാലും ഇത് ഫുള്ളൊന്ന് ചുറ്റട്ടെ. ഇപ്പോൾ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ലീഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ കളർ പേപ്പറിൽ വലിയ ലീഫ് കട്ട് ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള ലീഫില്ലേ, മാവിലെയോ അങ്ങനത്തെ എന്തെങ്കിലും കുറച്ച് നീളത്തിലുള്ള ലീഫ് എടുത്തിട്ട് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ ഡ്രൈ ലീഫ് വെച്ചിട്ടൊക്കെ കുറേ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതാ എൻ്റെ ഒരു പഴയ ഫ്ലവറിൻ്റെ ലീഫ് എടുത്തിട്ട് ഇതിന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഒട്ടിച്ച് കൊടുക്കട്ടെ. എന്നിട്ട് ആ ടേപ്പ് ഒന്ന് ചുറ്റി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നല്ല വലിപ്പമുള്ള ഫ്ലവർ ആയതുകൊണ്ട് തന്നെ 1 2 മതി ഒരു ഫ്ലവർ വേസിൽ വെച്ച് കഴിഞ്ഞാൽ. ഒരു റെഡും ഒരു വൈറ്റും കൂടിയൊക്കെ ചെയ്താൽ നന്നായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെറ്റൽസ് ഒന്നും കട്ട് ചെയ്ത് ബുദ്ധിമുട്ടണ്ട. സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ആണ്, എന്നാൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ.
അപ്പോൾ എല്ലാവരും ഈ ഒരു കൊച്ചു ക്രാഫ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ആരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഐഡിയാസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഇനിയപ്പോൾ ഇതുപോലെ നല്ലൊരു ഐഡിയ ആയിട്ട് വീണ്ടും വരാം പെട്ടെന്ന് തന്നെ. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. താങ്ക് യു.